പ്രേക്ഷക പ്രീതിയും പ്രശംസയും ഏറ്റുവാങ്ങി പ്രഭാസ് നാഗ് അശ്വിൻ പാൻ ഇന്ത്യൻ ചിത്രം കൽക്കി 2898 AD മികച്ച അഭിപ്രായങ്ങൾ നേടി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. റിപ്പോർട്ട് പ്രകാരം 910 കോടിയാണ് ആഗോളതലത്തിൽ കൽക്കി നേടിയിരിക്കുന്നത്. ജൂൺ 27-നാണ് ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. കൽക്കി 2898 AD എന്ന ഇന്ത്യൻ ചിത്രം പ്രേക്ഷകർ ഇന്നോളം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമാ അനുഭവമാണ്. പ്രഭാസ് നായകനായ ചിത്രത്തിൽ അമിതാഭ് ബച്ചനും ദീപിക പദുക്കോണുമാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത ചിത്രം 600 കോടി രൂപ മുതൽ മുടക്കിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. റിലീസ് ചെയ്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൽക്കി 500 കോടി ക്ലബിൽ പ്രവേശിച്ചിരുന്നു. ഏറ്റവും വേഗത്തിൽ 500 കോടി ക്ലബിൽ പ്രവേശിച്ച ചിത്രം എന്ന റെക്കോർഡും കൽക്കി സ്വന്തമാക്കി. ദിവസം തോറും കൽക്കിയുടെ അപ്ഡേറ്റ് സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകാറുണ്ട്. കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ സയൻസ് ഫിക്ഷൻ ചിത്രത്തിന് അഭിനേതാക്കൾ വാങ്ങിച്ച പ്രതിഫല തുകയാണ് ഇപ്പോൾ പുതിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. കൽക്കി 2898 ADയിൽ ഭൈരവനായും കർണനായും വേഷമിട്ട നടൻ പ്രഭാസ് 80 കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിയിട്ടുള്ളത്. സുമതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ദീപിക പദുക്കോണിന്റെ പ്രതിഫലം 20 കോടി രൂപയാണ്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നായ അശ്വത്ഥാമാവായി അഭിനയിച്ച അമിതാഭ് ബച്ചൻ 18 കോടി രൂപയാണ് പ്രതിഫലം വാങ്ങിയത്. മറ്റൊരു പ്രധാന കഥാപാത്രമായി യാസ്കിനെ അവതരിപ്പിച്ച കമൽ ഹാസൻ 20 കോടി രൂപയും പ്രതിഫലമായി വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മിഥോളജിയിൽ വേരൂന്നി പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയെ തുറന്നു കാണിക്കുന്ന സയൻസ് ഫിക്ഷനാണ് കൽക്കി 2898 AD. കാശി, കോംപ്ലക്സ്, ശംബാള എന്നീ 3 ലോകങ്ങളുടെ കഥ പറയുന്ന ചിത്രത്തിൽ 3101 മഹാഭാരതത്തിന്റെ ഇതിഹാസ സംഭവങ്ങൾ മുതൽ AD 2898 സഹസമ്പ്രാന്തങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ദൃശ്യാവിഷ്കരിക്കുന്നത്. ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട പ്രഭാസ് ബാഹുബലിക്ക് ശേഷം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ചിത്രമാണ് കൽക്കി എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. നാഗ് അശ്വിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രത്തിൽ അമിതാഭ് ബച്ചനും കമൽ ഹാസനും പുറമെ ദീപിക പദുക്കോണും ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ചു. കൽക്കിയിലെ വില്ലനായ കമൽ ഹാസന്റെ മുഴുനീള പെർഫോമൻസ് ആണ് ചിത്രത്തിന്റെ 2ാം ഭാഗത്തിൽ വരാനിരിക്കുന്നത് എന്ന് സിനിമയുടെ ക്ലൈമാക്സ് ഉറപ്പു നൽകുന്നുണ്ട്.